ഇനി മുതൽ ആണവായുധം നിർമ്മിക്കില്ലെന്ന് ഉറപ്പു നൽകാമെന്ന ഇറാൻ. ലോകം കാത്തിരുന്ന ആ നിമിഷത്തിലേക്ക് കടക്കുകയാണ് ഇറാനും അമേരിക്കയും. ആണവായുധം തങ്ങൾക്ക് വേണ്ടെന്നും ആണവ യുദ്ധോപകരണങ്ങൾ നിർമ്മിക്കുന്നില്ലെന്നും ഉറപ്പു നൽകാൻ തയ്യാറാണെന്നും ചർച്ചകൾക്ക് മുന്നോടിയായി ഇറാൻ പ്രസിഡന്റ് മസൂദ് പെസഷ്കിയാൻ അറിയിച്ചു. അമേരിക്ക ഉന്നയിക്കുന്ന ആവശ്യം പുതിയ കാര്യമല്ലെന്ന് വ്യക്തമാക്കിയ ഇറാൻ പ്രസിഡന്റ് രാജ്യത്തിന്റെ സമ്പുഷ്ടീകരണത്തിനുള്ള അവകാശം ഉപേക്ഷിക്കില്ലെന്നും വ്യക്തമാക്കി. ഇറാൻ ആണവായുധം നിർമ്മിക്കരുതെന്നാണ് അമേരിക്ക ആവശ്യപ്പെടുന്നത്. ഇതൊരു പുതിയ കാര്യമല്ല. ബോംബ് നിർമ്മിക്കാൻ ഉദ്ദേശ്യമില്ലെന്ന് രേഖാമൂലം അറിയിക്കാനും തയ്യാറാണ്. എങ്കിലും സമ്പുഷ്ടീകരണത്തിനുള്ള അവകാശം ഞങ്ങൾ ഉപേക്ഷിക്കില്ല. മറ്റുള്ളവർക്ക് ഈ അവകാശം അംഗീകരിക്കുകയല്ലാതെ മാർഗമില്ല എന്നും ഇറാൻ പ്രസിഡന്റ് പറഞ്ഞു. യുദ്ധം അവസാനിപ്പിക്കുന്നതിന് യുഎസുമായുള്ള പ്രാഥമിക കരാറിന്റെ ഭാഗമായി ഖത്തറിന്റെ കൈവശമുള്ള $6 ബില്യൺ ഫണ്ടുകൾ തിരികെ ലഭിക്കുമെന്ന് ഇറാൻ പ്രസിഡന്റ് പറഞ്ഞു. പശ്ചിമേഷ്യയിലെ യുദ്ധം ശാശ്വതമായി അവസാനിപ്പിക്കാനുള്ള അന്തിമ കരാർ ചർച്ചകൾ സ്വിറ്റ്സർലൻഡിൽ ആരംഭിച്ചു. ഇറാനും യുഎസും കൂടാതെ മധ്യസ്ഥരായ പാകിസ്ഥാന്റെയും ഖത്തറിന്റെയും പ്രതിനിധികളും ചർച്ചകളിൽ പങ്കെടുക്കും. ചർച്ചകൾക്കുള്ള ഇറാനിയൻ പ്രതിനിധി സംഘത്തെ പാർലമെന്റ് സ്പീക്കർ മുഹമ്മദ് ബാഗർ ഗാലിബാഫും വിദേശകാര്യമന്ത്രി അബ്ബാസ് അരാക്ചിയുമാണ് നയിക്കുന്നത്. അമേരിക്കൻ പ്രതിനിധി സംഘത്തെ വൈസ് പ്രസിഡന്റ് JD വാൻസ് നയിക്കുന്നു. കൂടാതെ ട്രംപിന്റെ പ്രത്യേക പ്രതിനിധി സ്റ്റീവ് വിറ്റ്കോഫും അദ്ദേഹത്തിന്റെ മരുമകൻ ജാരഡ് കുഷ്ണറും സംഘത്തിൽ ശക്തിപ്പെട്ടു. പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫും സൈനിക മേധാവി അസിം മുനീറും ചർച്ചകളിൽ പങ്കെടുക്കുന്നുണ്ട്. ഖത്തർ പ്രധാനമന്ത്രി ഷെയ്ഖ് മുഹമ്മദ് ബിൻ അബ്ദുൾ റഹ്മാൻ ബിൻ ജാസിം അൽ താനിയും ചർച്ചകളിൽ പങ്കെടുക്കുമെന്ന് അൽ ജസീറ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഏപ്രിലിൽ ഇസ്ലാമാബാദിൽ നടന്ന കൂടിക്കാഴ്ചയ്ക്ക് ശേഷം ഇതാദ്യമായാണ് ഇറാൻ US പ്രതിനിധികൾ നേർക്കുനേർ കൂടിക്കാഴ്ചയ്ക്ക് എത്തുന്നത്. ഖത്തറിന്റെയും പാകിസ്ഥാന്റെയും മധ്യസ്ഥതയിൽ ചതുർമുഖ ഫോർമാറ്റിലായിരിക്കും ചർച്ചകൾ എന്നാണ് ഇറാൻ പ്രതിനിധി വക്താവ് ഇസ്മായിൽ ബഗൈ വ്യക്തമാക്കുന്നത്. അതേസമയം സ്വിറ്റ്സർലൻഡിലെ ചർച്ചകളിൽ ആദ്യ വിഷയം ലെബനനിലെ വെടിനിർത്തലാകുമെന്നാണ് സൂചനകൾ. ലെബനനിൽ ഇസ്രായേൽ വെടിനിർത്തൽ ലംഘിച്ചത് ചൂണ്ടിക്കാട്ടി ഇറാൻ ഹോർമുസ് കടലിടുക്കിൽ വീണ്ടും നിയന്ത്രണം ഏർപ്പെടുത്തിയിരിക്കുകയാണ്. ഈ സാഹചര്യത്തിൽ ലെബനനിലെ വെടിനിർത്തലിനാകും പ്രഥമ പരിഗണന. മാത്രമല്ല 60 ദിവസത്തെ വെടിനിർത്തൽ താൽക്കാലിക ഹോർമുസ് കടലിടുക്ക് കപ്പലുകൾക്ക് ടോൾ ഈടാക്കില്ലെന്ന് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും അറിയിച്ചിരുന്നു. എന്നാൽ ഇറാനുമായുള്ള സമാധാന കരാർ പൂർത്തിയായില്ലെങ്കിൽ പശ്ചിമേഷ്യൻ രാജ്യങ്ങളുടെ സംരക്ഷകരായി അമേരിക്ക പ്രവർത്തിച്ചതിന് അദ്ദേഹം ഹോർമുസിൽ ടോൾ ഈടാക്കുമെന്നും വ്യക്തമാക്കി. ട്രൂത്ത് സോഷ്യലിലൂടെയാണ് ട്രംപ് ഇത് സംബന്ധിച്ച സൂചന നൽകിയത്. 60 ദിവസത്തെ വെടിനിർത്തൽ ഹോർമുസ് കടലിടുക്കിൽ ടോൾ ഉണ്ടായിരിക്കില്ല. 60 ദിവസത്തെ കാലാവധി കഴിഞ്ഞതിന് ശേഷവും ടോൾ ഉണ്ടായിരിക്കില്ല. എന്നാൽ ഈ കരാർ പൂർത്തിയാക്കുന്നതിൽ പരാജയപ്പെടുകയാണെങ്കിൽ മധ്യേഷ്യൻ രാജ്യങ്ങൾക്ക് സംരക്ഷണത്തിനായി നൽകിയ സേവനങ്ങൾക്കുള്ള പ്രതിഫലമായി കഴിഞ്ഞതും ഇപ്പോഴുള്ളതും ഭാവിയിലുള്ള ചെലവുകൾക്കായി US-ന് ടോൾ ഈടാക്കാം. ട്രംപ് ട്രൂത്ത് സോഷ്യലിൽ കുറിച്ചത് ഇങ്ങനെയാണ്: ഇറാൻ യുദ്ധത്തിലെ ചിലവുകൾ സംബന്ധിച്ച് അമേരിക്കയിൽ ട്രംപിനെതിരെ വിമർശനം ഉയരുന്നതിനിടെയാണ് ഇത്തരമൊരു പ്രസ്താവന വന്നത്. പ്രാഥമിക കരാറിന് ശേഷം സ്വിറ്റ്സർലൻഡിൽ ഇറാനും US-ഉം ഒന്നാം ഘട്ട ചർച്ച ആരംഭിക്കാനിരിക്കെയായിരുന്നു ട്രംപിന്റെ പ്രതികരണം വന്നത്. ഇറാൻ പ്രതിനിധികളും മധ്യസ്ഥരായ പാകിസ്ഥാൻ നേതാക്കളും സ്വിറ്റ്സർലൻഡിൽ ഇതിനോടകം എത്തിയിട്ടുണ്ട്. വൈസ് പ്രസിഡന്റ് JD വാൻസ് ഇന്നെത്തും. മറ്റ് US പ്രതിനിധികൾ നേരത്തെ എത്തിയിട്ടുണ്ട്. 1-2 ദിവസം മാത്രമേ താൻ സ്വിറ്റ്സർലൻഡിൽ ഉണ്ടാകൂവെന്ന് യാത്ര തിരിക്കും മുൻപ് വാൻസ് മാധ്യമപ്രവർത്തകരോട് പറയുകയും ചെയ്തിരുന്നു. ആണവ വിഷയത്തിലും ലെബനൻ വിഷയത്തിലും പുരോഗതി കൈവരിക്കാനാകുമെന്നും പ്രതീക്ഷിക്കുന്നതായി അദ്ദേഹം വ്യക്തമാക്കി. ലെബനനിൽ കാര്യങ്ങൾ മെച്ചപ്പെട്ടു വരുന്നുണ്ടെന്നും വാൻസ് കൂട്ടിച്ചേർക്കുകയും ചെയ്തിരുന്നു. ലെബനനിൽ ഇസ്രായേൽ വെടിനിർത്തൽ ലംഘിച്ചതോടെ ചർച്ച മാറ്റിവെച്ചിരുന്നു. കഴിഞ്ഞ ദിവസം ഹോർമുസ് അടയ്ക്കുകയാണെന്ന് ഇറാൻ അറിയിക്കുകയുമുണ്ടായി. വെടിനിർത്തൽ വീണ്ടും പുനഃസ്ഥാപിച്ചതായാണ് വിവരങ്ങൾ. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.